അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാന് സർവ്വസ്തുതികളും അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, അങ്ങനെ ഒരു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അങ്ങനെ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ഈ നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന വലിയ ആഗ്രഹത്തിലാണ് നാം എല്ലാ ദിവസവും രാവിലെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ മഹത്വമാണ്. വ്യത്യസ്തങ്ങളായ അറിവുകളാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ, പ്രാവർത്തികമാക്കാൻ വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, രോഗങ്ങൾ വരാം, കടങ്ങൾ വരാം, കുറ്റപ്പെടുത്തലുകളും അപഹാസങ്ങളും, അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി നമ്മൾ വരാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം പ്രധാനമായും നമുക്ക് വേണ്ടത് പൈസയാണ്, അല്ലേ? പൈസ ഉണ്ടോ നമ്മുടെ കൂടെ ആളുണ്ട്. പൈസ ഇല്ലേ ആരും തിരിഞ്ഞു നോക്കൂല, ശരിയല്ലേ? കുടുംബത്തിലാകട്ടെ പൈസ ഉണ്ടോ നമുക്ക് നല്ല പേരും പെരുമയും വിലയും എല്ലാം ഉണ്ട്. പൈസ ഇല്ലേ ആരും തിരിഞ്ഞു നോക്കൂല. അതിനെല്ലാം അങ്ങനെയാണ്. ഇന്ന് ബന്ധങ്ങൾ പോലും പണത്തിന്റെ മേൽ പരുന്തും പറക്കൂല എന്ന് പറയുന്നത് പോലെ പൈസക്ക് വേണ്ടിയായി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലരുടെയും വലിയ വിഷമമാണ് ഉസ്താദേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, രക്ഷപ്പെടുന്നില്ല. ബിസിനസ് പലതും ചെയ്തു പൊട്ടി പാളീസായി, എന്ത് ചെയ്യാൻ പറ്റും? കടങ്ങൾ കൊണ്ട് വല്ലാതെ ഇടങ്ങേറാവുകയാണ്, ഒരു രക്ഷയുമില്ല. സമ്പത്ത്, പൈസ വരുന്നു. മറ്റു ചിലരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ ഉസ്താദേ പൈസ വരുന്നുണ്ട്, പക്ഷേ ഇത് എവിടെയാ പോണേന്ന് അറിയണില്ല. ചെലവ് കൂടുതലാണ്, വരവുണ്ട്, പക്ഷെ ചെലവ് എവിടെയാണെന്ന് അറിയില്ല. പൈസ ഇങ്ങനെ പോവാണ്, അറിയില്ല ഉസ്താദ്, ഒരു മീതിയില്ല എന്ന് പറയുന്നവർ. ചില ആളുകൾ വരവും ഇല്ല, ചെലവും ഇല്ല, ആകെ ടൈറ്റാണ് ഉസ്താദെ, ഇനി ചോദിക്കാൻ ആരുമില്ല, കടങ്ങള് ബാധ്യതയാണ് എന്ന് തുടങ്ങുന്ന ആളുകൾ. അങ്ങനെ തുടങ്ങി സാമ്പത്തികമായി പല ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന പല ആളുകൾ നമുക്കിടയിലുണ്ട്. ദുനിയാവ് വേണ്ട നമുക്ക് വെക്കാൻ പറ്റൂല. ആ പൈസ ഒന്നും വേണ്ട, നമുക്ക് ദുനിയാവ് ജീവിക്കാൻ പറ്റില്ല. വേണം, എന്തിന്? ഉള്ളത് കൊണ്ട് ബറക്കത്തായി നമുക്ക് ജീവിക്കാൻ കഴിയണം. സമ്പത്ത് നമുക്ക് അഭിവാജ്യ ഘടകമാണ്. പക്ഷെ ആ സമ്പത്ത് ബറക്കത്താവുകയും ആവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാങ്കിൽ പൈസ ഉണ്ട്, ഒരു 10 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. ഓനൊരു അത്യാവശ്യം വന്നു, അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്? ബാങ്ക് പൂട്ടിയിട്ടിരിക്കുകയാണ്. കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ അലമാരി പൈസ പൂട്ടി വെച്ചേക്കാണ്. പൈസ അത്യാവശ്യം വന്നു, ചെല്ലാൻ നോക്കുമ്പോൾ താക്കോല് കാണുന്നില്ല. അപ്പൊ ഉണ്ട്, എടുക്കാൻ അതല്ലല്ലോ, ആവശ്യത്തിന് ഉപകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഈ സൂറത്ത് എല്ലാ ദിവസവും ഒറ്റ തവണ പാരായണം ചെയ്താൽ അവന്റെ പോക്കറ്റ് കാലിയാവില്ല. ജീവിതത്തിൽ സാമ്പത്തിക ടൈറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് മുറുകെ പിടിച്ചോ ഉമ്മമാരെ, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റൂല. എന്നാൽ നമ്മുടെ ഭർത്താക്കന്മാരെ ഇത് പഠിപ്പിക്കണം, ജോലിക്ക് പോണത് പഠിപ്പിക്കണം, മക്കളെ ഇത് പഠിപ്പിക്കണം. വീട്ടിൽ ഒരു ദിവസം ഇത് ഒരാൾ പാരായണം ചെയ്താൽ അവന്റെ സാമ്പത്തിക ശേഷി അവൻ അറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹ് കൊണ്ടെത്തിച്ച് തരുമെന്ന് ഉറപ്പ്. മുജറബ് എന്ന് പറഞ്ഞാൽ മഹാരഥം അനുഭവത്തിലൂടെ എഴുതി വെക്കുന്ന കാര്യമാണ്. ഉറപ്പാണ്. പോക്കറ്റ് ഒരിക്കലും കാലിയാവൂല, സാമ്പത്തിക ടൈറ്റ് ഉണ്ടാകൂല, ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട അവസ്ഥ നമുക്ക് വരൂല, ഒരു പള്ളികളുടെ മുന്നിലും പോയി നിൽക്കേണ്ടി വരൂല, ഒരു ചാരിറ്റിക്കാരും നമുക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടി വരൂല. അങ്ങനെ ഒരു പ്രയാസങ്ങൾ സാമ്പത്തികമായി ഒന്നും നിനക്കുണ്ടാകൂല എന്ന് മുത്തനബി തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുന്ന അത്ഭുതത്തിന്റെ സൂറത്ത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ കമന്റ് ഇടും, എന്നാ യൂസുഫ് അലി തോതിയിട്ടാണോ അങ്ങനെ ആയത്, എന്നാ ഉസ്താദി തോതിയിട്ട് അനുഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊന്നും നമുക്കൊന്നുമില്ല. ഇത് വിശ്വാസികളോടാ പറയണേ. ഖുർആൻ കൊണ്ട് രക്ഷപ്പെടാൻ അല്ലാഹു റസൂലും വഫാത്തിന് നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉപേക്ഷിക്കണം, ഒന്ന് ഖുർആനും ഒന്ന് സുന്നത്തുമാണ്. ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ വിജയിക്കും. നിങ്ങൾ അങ്ങനെ ഇത് വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും ബലമുണ്ട്. ഒന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. മറ്റൊന്ന്, ഈ കുറ്റപ്പെടുന്നവരൊക്കെ ഒന്ന് ഓതി നോക്കി അപ്പൊ ബലമുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ നേട്ടം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവും, പ്രസവിച്ച കൊച്ചു കുട്ടികളുണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങൾ, നടക്കാൻ പ്രായമായ 1-2 വയസ്സായ കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആ വീട്ടിൽ വലിയ കാരുണ്യമാണ്. ഈ സൂറത്ത് പതിവാക്കുന്ന വീട്ടിൽ ചില കുട്ടികൾ രാത്രി ഭയങ്കര കരച്ചിലായിരിക്കും. ചില കുട്ടികൾ എപ്പോഴും കരച്ചിലായിരിക്കും. ചില കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഞെട്ടിത്തെറിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അങ്ങനെ
കുഞ്ഞുങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെല്ലാം കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് ഈ സൂറത്ത് ഒരു തവണ വീട്ടിൽ പാരായണം ചെയ്താൽ ഉറപ്പാണ് കുഞ്ഞിന് സുരക്ഷയുണ്ടാകും. മൂന്നാമത്തെ മറ്റൊരു നേട്ടം, നമുക്കറിയാം ഈ അടുത്തിടെ പാമ്പിന്റെ കടികൾ ഒരുപാട് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ. നമുക്കറിയാം നമ്മുടെ വീടിന്റെ പരിസരത്ത് എന്തൊക്കെ ജീവജാലങ്ങൾ നമുക്കറിയില്ല. പാമ്പായും തേളായും അങ്ങനെ പല വിഷജന്തുക്കളുണ്ട്. ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം പാരായണം ചെയ്താൽ വിഷജന്തുക്കളുടെ ഉപദ്രവം അവനേക്കൂല എന്ന് മഹാരഥന്മാർ. അപ്പൊ ഇതെപ്പോഴാ ഓതേണ്ടത്? അതും കൂടി ഉണ്ട്. എപ്പോഴെങ്കിലും ഓതിയാൽ പറ്റൂ. ഗുളിക രാവിലെയും വൈകുന്നേരം കഴിക്കുന്ന പോലെ സമയമുണ്ട്, അത് ചെയ്തേ പറ്റൂ. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഒന്നുകിൽ സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം. സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മഹാരഥന്മാർ, ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഈ സൂറത്ത് 7 തവണയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് കാണാം. അതല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും ഓതിയാൽ മതി എന്ന് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, കഴിയുമെങ്കിൽ 7 തവണ ഓതുക. അതിനും കഴിയില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാം, അത് അതിന്റെ തീവ്രത അനുസരിച്ച് നമുക്ക് ഓതാം. ഏറ്റവും ചെറിയ സൂറത്താണ്, ഏകദേശം 20 ആയത്താണുള്ളത്. 90ാമത്തെ സൂറത്താണ്, 20 ആയത്തേ ഉള്ളൂ. വേഗം ഓതി തീർക്കാവുന്ന സൂറത്താണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബലദാണ്. ഏതാണ്? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്തുൽ ബലദ്. ഈ സൂറത്തുൽ ബലദ് ഒന്നുകിൽ 7 തവണ, ഏറ്റവും കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും പതിവാക്കണം. എപ്പോഴും ഓതണം? സുബഹിക്ക് മുമ്പോ സുബഹിക്ക് ശേഷം. ഇത് നമ്മൾ പതിവാക്കിയാൽ ഉറപ്പായും ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ മാറുമെന്നാണ്. നിങ്ങൾ ചെയ്തു നോക്കി, ഇത് പതിവാക്കണം. നമ്മൾ കുറച്ചു ദിവസം ഓതി, ബലം കണ്ടില്ല, നമ്മൾ വലിയ ഈമാനുള്ളവരൊന്നും അല്ലല്ലോ, വലിയ തക്കമുള്ളവരൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആരാണ് ഒരു അമൽ നിത്യമാകുന്നത്, അതിൽ അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്നാണ്, വലിയ ബലം തരുമെന്നാണ്. നമ്മളിങ്ങനെ നിത്യമാക്കുക. നമ്മൾ 2 ദിവസം ഓതും, എന്നിട്ട് ഉസ്താദ് എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഉസ്താദ് എന്നിട്ട് എന്റെ ജോലി ബറക്കത്തില്ലല്ലോ ചിന്തിക്കരുത്. നമ്മളിങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു വഴികൾ തുറന്നു തരുമെന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദീസിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരു പിടിവള്ളിയാണ്. അപ്പൊ സൂറത്തുൽ ബലദ് പരിശുദ്ധമായ സുബഹിക്ക് മുമ്പ്, തഹജ്ജുദിന് ശേഷം നമുക്ക് ഒരു വട്ടം ഓതാം, ഒരു 7 വട്ടം ഓതാം. സുബഹി കഴിഞ്ഞ് നമുക്ക് ഓതാം, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് ഒരു 3 വട്ടം ഓതി, സുബഹി കഴിഞ്ഞ് 4 വട്ടം ഓതി. വേഗം ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്താണ്. 20 ആയത്തേ ഉള്ളൂ. ഈ സൂറത്ത് ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ജോലിക്ക് പോകുന്ന ഭർത്താവ് അത് ഓതിയിട്ട് പോയി, ഉറപ്പാണ് പോക്കറ്റും പൈസയും കാലിയാവൂല. അനുഭവങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഈ അമൽ നിങ്ങൾ ചെയ്തു നോക്കി സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്നവർ എല്ലാ ദിവസവും ഒന്ന് പതിവാക്കി നോക്കി, അള്ളാഹ് തുറന്നു തരുമെന്നാണ്. അള്ളാഹു ഇത് ചെയ്യുന്നവരുണ്ടാകും, അവർ പതിവാക്കിക്കോളി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ്, പരമാവധി നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഒരു 10 മിനിറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ക്ലാസ്സുകളാണ്. കാരണം എന്താ, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഇൻഷാ അള്ളാഹ് ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ അവരുടെ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രധാനിക്കുമാറാകട്ടെ. സങ്കടങ്ങളും നൊമ്പരങ്ങളും അള്ളാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ബദറിൻ തീരം എന്ന മറ്റൊരു ചാനലും കൂടി നമുക്കുണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാരഥന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലി ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സദസ്സാണ്. 9 മണിക്കാണ് ആരംഭിക്കുക. എല്ലാവരും ആ മജ്‌ലിസിൽ പങ്കെടുത്ത് അൽഹംദുലില്ലാഹ് സായുജ്യരാവുക. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചാനലിൽ തന്നെ അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മഹാന്മാരുടെ ചരിത്രങ്ങൾ കഥാരൂപത്തിൽ, ചെറിയ രൂപത്തിൽ, ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ പറയുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. 2 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.